ഹലോ ചങ്ങന്മാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് രാവിലെ തന്നെ ഒരു വല്ലാത്തൊരു പണിയിലൊക്കെ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ എവിടെ നോക്കിയാലും പാമ്പേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ ഡോറയൊക്കെ ഇടുന്നുണ്ട്. ഡോറേൻ്റെ കൂട്ടിനടുത്തും അതുപോലെ തന്നെ റാണീൻ്റെ കൂട്ടിൻ്റെ അടുത്തും എല്ലാം ഒരുപാട് കാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കാടില്ലായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പാമ്പും വരും. അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ ഇന്നത് മൊത്തം ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. കണ്ടില്ലേ, മൊത്തം കാടാണ്. ചെടിയും കാടും പുല്ലും ഒക്കെ നിറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ളത്. ഇതിലൂടെ ഞാനിപ്പം പോകുന്നത് എനക്കും ഭയങ്കര പേടി തന്നെയാണ്. കാരണം ഇരുടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ പോകാൻ വേണ്ടി ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കാന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. കത്തിയാളും കൈക്കോട്ടും ഒക്കെ ഇറങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കാടും ഇതൊക്കെ ഞാൻ കൊത്തി വൃത്തിയാക്കി. പിന്നെ വേറെ ആരും സഹായത്തിനൊന്നും ഉണ്ടായിട്ടില്ലേ. എന്താണെന്ന് വെച്ചാൽ വൈകുട്ടി ഇടിയില്ല. പിന്നെ ആൻറ്റി ഉള്ളത്, ആൻറ്റിക്കാണെങ്കിൽ കയ്യുമില്ല. അപ്പോൾ ഞാൻ വെള്ളമെല്ലാം അവിടെ തന്നെ എല്ലാം സെറ്റായിട്ടെല്ലാം വെച്ചിന്. കാരണം എന്ന് വെച്ചാൽ എന്നാ ചൂട്, എൻ്റെ അമ്മ സഹിക്കാൻ പറ്റുന്നുണ്ട് ആ ചൂട്. അമ്മാതിരി ചൂടല്ലേ ഈ ഒന്നാമത്തെ ഞാൻ രാവിലെ ഇറങ്ങിയത് തന്നെ ഈ ചൂടൊന്നും ഇല്ലാതെ പണിക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു 9-9:30 ആകുമ്പോഴത്തേക്കിനും നല്ല പൊരി വെയിൽ വരും. പിന്നെ നമുക്ക് പണിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലീൻ ആക്കിയ ശേഷം കാണുന്ന വ്യൂ ആണേത്. കണ്ടോ, ഇവിടെ കുറേ കറ്റാർവാഴയിലുണ്ട്. എനക്കെൻ്റെ ചങ്ങായി തന്നെയാണ്. അപ്പോൾ പിന്നെ അത് ഈ റാണി ഇവിടെ വന്നതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാണ്ട് അതിൻ്റെ മുകളിലേക്ക് ചവിട്ടി എല്ലാം കളയും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനവിടെ ഒന്ന് കൊത്തി ഒരു ചെറിയൊരു കുണ്ടുപോലെയൊക്കെ ആക്കിയിട്ട് ഞാൻ കുറച്ച് ചേരി ഇതൊക്കെ വെക്കാനുള്ളൊരു പരിപാടിയാണ്. കാരണം അതാകുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുമല്ലോ. അത് മാത്രമല്ല, നമ്മൾ അതിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണ്ടയിൽ തന്നെ ആ വെള്ളം കിടക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇതൊരു കപ്പത്തയ്യാണേ. എനക്കൊരു ചങ്ങായി തന്ന കപ്പത്തയ്യ തന്നെയാണിത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയാൽ ഞാൻ ഇതുപോലെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും നടും. അത് പിടിച്ച് കിട്ടിയ അത്ര തന്നെ. ഇല്ല പിന്നെ പോട്ടെന്ന് വെച്ച് കൊണ്ട് നട്ടിയാണ്. എന്നാലും ഞാൻ കഞ്ഞിവെള്ളവും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി സെറ്റപ്പായി നോക്കലുണ്ട്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് കാടും പുഴയിലുള്ളതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചെത്തി വൃത്തിയാക്കി. ഇനി അടുത്ത എന്നാ പണിയെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് മാത്രമല്ല അപ്പുറത്തെ സൈഡും ക്ലീൻ ആക്കാനുണ്ട്. അതിലിടയ്ക്ക് ഞാൻ ബാക്കിൽ പോയി ഒരു ചേരി ഉണ്ടെന്നൊക്കെ നോക്കി. ചേരി ഒരുവിധം ചേരിയെല്ലാം ആൻറ്റിയെല്ലാം അടുപ്പിൽ കത്തിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും എന്തെങ്കിലും കിട്ടിച്ചിട്ട് ഞാൻ പോയി നോക്കിയത്. എന്നാൽ നമുക്ക് തേങ്ങയൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ആ ഉള്ള എന്തെങ്കിലും 3-4 തേങ്ങയുടെ അകത്തുള്ള ചേരി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ചേരിയിൽ ഞാൻ കൊണ്ടുവന്നിട്ട് എന്നാ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഈ കപ്പയുണ്ടല്ലോ, കപ്പയും അതുപോലെ തന്നെ ഈ കറ്റാർവാഴയ്ക്കില്ലേ, അപ്പോൾ ഈ ഇതിൻ്റെ അവിടെ കൊണ്ടുവച്ച് നല്ല സുഖമാണ്. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ഞാൻ നട്ടത് തന്നെയാണ് ഈ കാണുന്നത്. ഇത് ബിൽമ്പിക്കാണ് കേട്ടോ, ബിൽമ്പിക്ക. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് തന്നെ പറിച്ചിട്ടൊന്ന് തിന്നിട്ടെല്ലാം നോക്കി. എന്താ ടേസ്റ്റ് എന്നറിയാം. ലൈറ്റ് പുളിയുണ്ടെങ്കിലും കടിച്ചു തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. മോള് കടിച്ചതൊന്നും ഞാൻ വിചാരിക്കണ്ട, ഇവിടെ ഇങ്ങനെ ഇത് കടിച്ചു തിന്നേ. ഇപ്പോഴല്ലേ എൻ്റെ കുട്ടൻസ് മനസ്സിലായത്. അപ്പോൾ ഈ സൈഡ് മൊത്തം കാടൊക്കെ ഉണ്ട്. ഒരുപാട് കാടൊന്നുമില്ല, എന്നാലും കുറേ മരമൊക്കെ പൊട്ടി വീണിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഞാനിവിടെ ഇതെല്ലാം ഞാൻ നട്ടതാണ്. കപ്പത്തൈ ഉണ്ട്, കറിവേപ്പിലയുണ്ട്, പേരത്തൈ ഉണ്ട്. ഇതാണ് ലാസ്റ്റ് വ്യൂ. ഞാൻ മൊത്തം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ഭക്ഷണം കേൾക്കാൻ വേണ്ടി ഇരുന്നു. കുളിച്ച് മാറ്റി കഴിഞ്ഞാൽ എനിക്കൊന്ന് സമാധാനമായത്. അപ്പോൾ അതിനുശേഷം ഞാൻ ആൻറ്റി ആക്കിയ നല്ല പുളിങ്കറി ഞാനാക്കി അവിയലെല്ലാം ഉണ്ടായിനെ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഭക്ഷണവും കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ, സീ യു.